വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് മലബാർ കിച്ചണിൽ നമ്മൾ കുറേ ദിവസമായിട്ട് നോമ്പുതരയുടെ റെസിപ്പീസാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് കണ്ണൂരിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള പാലൂതയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം, അതുപോലെ മൈദ വെച്ചും ചെയ്യാം. സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് മൈദയിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ മുസ്ലിം ഫാമിലിയിലുള്ളവർ എപ്പോഴും നോമ്പുതരക്ക് ഉണ്ടാക്കിയെടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒന്നാണ് പാലൂത. മൈദ വെച്ചിട്ടാണ് ചെയ്യാറ് സാധാരണ. പക്ഷെ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം നമുക്ക്. പാലൂത ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൂണോ അതുപോലെ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട പോലെ തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ പാലുമായിട്ട് കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു സോസ് പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് സവാള എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഈ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ, ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് ഞാനൊരു ഇത്തിരി ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് ഇഷ്ടമാണെങ്കിൽ അണ്ടിപ്പരിപ്പ് കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ലാസ്റ്റ് പാലൂത റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു കളർ ചേഞ്ച് മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം ഞാൻ സവാള എരിഞ്ഞത് അതുപോലെ തന്നെ ഉണക്കമുന്തിരി നെയ്യൊന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് ആഡ് ചെയ്താൽ മതി. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൽ ബാക്കിയുള്ള സവാള കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഇത് മുറിക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ സൈസായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോഴും മാത്രമേ ഒത്തിരി വലിയ സൈസിൽ മുറിച്ചെടുക്കരുത്. ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഒത്തിരി കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് നെയ്യിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സവാള നെയ്യിൽ കിടന്നിട്ട് ശരിക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 250 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ആ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് പാലൊന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിടാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പിഞ്ച് പട്ട പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലൂതയുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒത്തിരി സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഗോതമ്പ് പൊടി ഉള്ളത് കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒത്തിരി കുറുക്കിയെടുക്കരുത്. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് കട്ടിയായി പോകും. കാരണം ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി ചെറുതായിട്ട് നമുക്ക് കുറുകി കിട്ടും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ചെയ്തെടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിലൊരു ഇത്തിരി കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൽ തോന്നുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കറക്റ്റ് പാകത്തിന് കിട്ടും ഇത്. അപ്പോൾ ഇത് കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ മാത്രമേ വേണ്ടൂ. അതുപോലെ തന്നെ ഈ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൽ മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി പാലൂത നമുക്ക് ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിനകത്തോട്ടേക്ക്.
മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോമ്പുതുറ സ്പെഷ്യൽ പാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.